ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ഷൈൻ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് മെയിൻ കംപ്ലയിൻറ്റ് പറഞ്ഞത് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ജനറലായിട്ട് സർവീസ് പറഞ്ഞിട്ടുണ്ട്. എൻജിൻ ഓയിൽ മാറ്റണം. പിന്നെ വണ്ടി ചാടി ഓഫ് ആവുന്ന ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിച്ചിട്ടാണ് വണ്ടി ഇവിടെ ഇരുന്നായിരുന്നത്. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യുന്ന സമയത്ത് പ്ലഗിൻ്റെയാണ് കംപ്ലയിൻറ്റ് ആയിരുന്നത് കേട്ടോ. നിലവിൽ പ്ലഗ് മാറ്റിയിട്ട് വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഓടിച്ചു നോക്കിയായിരുന്നു. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും മിസ്സിങ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നുണ്ടായില്ല. പ്ലഗ് മാറ്റിയിട്ടതിന് ശേഷം മിസ്സിങ്ങിൻ്റെ പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നുണ്ടായില്ല. അതിന് മുമ്പ് വണ്ടി അടിച്ചാൽ വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ടായില്ല. പിന്നെ നമ്മളതിൻ്റെ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ കമ്പനി ലൈനർ കിടക്കണം, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ്, പുതിയ ലൈനറാണ്. അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം. ബ്രേക്ക് ക്യാമ്പൊക്കെ അയച്ച് ഗ്രീസ് ചെയ്തിടാം. ബാക്ക് ടയറായാലും പുതിയ ടയർ കിടക്കണേ. പിന്നെ അതേപോലെ തന്നെ വീൽ ബെയറിംഗ് ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ചെയിൻ സ്പോക്കറ്റൊക്കെ പുതിയ ചെയിൻ സ്പോക്കറ്റാണ്. ചെയിൻ ലൂസ് ഉണ്ട്, അപ്പോൾ അതൊന്നും നമുക്ക് ടൈറ്റ് ചെയ്തിട്ടേക്കാം. പിന്നെ വണ്ടിയുമേ ചെയിൻ കവറില്ല. നമുക്കിത് ഈ മോഡൽ എന്ന് പറയുമ്പോഴത്തേക്കും ചെയിൻ കവറിൻ്റെ ഉള്ളിൽ വേണം ചെയിൻ വർക്ക് ചെയ്യാൻ. കാരണം ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് പൊടി കാര്യങ്ങളൊക്കെ കയറിയാൽ ചെയിൻ്റെ ലൈഫ് പെട്ടെന്ന് കുറയും. തന്നെയല്ല നമുക്ക് ചെയിൻ കവറിങ് അത്യാവശ്യമായിട്ടുള്ളതാണ്. അപ്പോൾ ചെയിൻ കവർ ഇതുമ്പോൾ എനിക്ക് തോന്നുന്നു ഒടിഞ്ഞു പോയതാണെന്ന് തോന്നുന്നു. കാരണം അതിൻ്റെ ഒരു ചെറിയ പീസൊക്കെ ഇതും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ചെയിൻ കവർ സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ നമുക്കത് നോക്കിയിട്ട് മോഡൽ ഐറ്റം അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് പറയാം. ചെയിൻ കവർ സെറ്റ് ചെയ്ത് ഉപയോഗിക്കണമായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ചെയിൻ്റെ ലൈഫ് പകുതിയായിട്ട് കുറയും. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. നമുക്കിതുമ്മേ കിടക്കുന്നത് കമ്പനി ഫിൽറ്ററാണ്, പുതിയ ഫിൽറ്ററാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീൻ ആക്കാനുള്ളൂ. നമുക്ക് ജനറൽ സർവീസ് പറഞ്ഞേക്കണമെന്നിട്ട് നമുക്ക് സ്വാഭാവികമായിട്ടും എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ക്ലീനിങ് വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അയച്ചാണ്. പിന്നെ ബാറ്ററി നമ്മൾ നോക്കുമ്പോൾ 2024 മോഡൽ ബാറ്ററിയാണ്. ബോഷ് എന്ന് പറയുന്ന കമ്പനിയുടെ ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കുന്നത്. നമ്മളത് ബാറ്ററി ഒന്ന് ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുന്നുണ്ട്. ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 13.35 വരെ കാണിക്കുന്നുണ്ട് സാധാരണ ടൈമിൽ കേട്ടോ. ലോഡ് കൊടുക്കുമ്പോൾ 9.87 വരെ വരുന്നുണ്ട്. അപ്പോൾ നിലവിൽ ബാറ്ററി പുതിയ ബാറ്ററിയാണ്, വാറണ്ടി പീരീഡിലുള്ള ബാറ്ററിയാണ്. നിലവിൽ ബാറ്ററിക്ക് കംപ്ലയിൻ്റ് ഇല്ല. പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് വീൽ ബെയറിങ് കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ട് ഷോക്കിൻ്റെ കാര്യം വർക്കിംഗ് ആക്കിയാലും ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. പിന്നെ ഉള്ളത് ഫ്രണ്ടിലത്തെ ബ്രേക്ക് നമ്മൾ ക്ലീനിങ്ങിനൊക്കെ ആയിട്ട് അയച്ചതാണ്. അപ്പോൾ അതിൻ്റെ ബ്രേക്ക് പാഡ് സെറ്റ് ഫുള്ള് തീർന്നിട്ടുണ്ട്. പാഡ് ഒരു സൈഡ് തീർന്നിട്ട് പ്ലേറ്റുമ്പോൾ കയറി, അതായത് ഡിസ്ക് പ്ലേറ്റുമ്പോൾ കയറി ടച്ച് ആയിക്കൊണ്ടിരിക്കുന്ന കാണുന്ന കേട്ടോ. അപ്പോൾ എന്തായാലും പാഡ് സെറ്റ് നമുക്ക് മാറ്റിയിടാം. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ബ്രാക്കറ്റ് ബൂട്ടൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട്. പിന്നെ അതേപോലെ നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും പ്ലഗ് ഞാൻ ഇപ്പോൾ പുതിയതായിട്ടാണ്. പിന്നെ വണ്ടി സെൽഫ് എടുക്കുന്നില്ല. അപ്പോൾ സെൽഫ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട്. സെൽഫ് മോട്ടറിൻ്റെ ഈ ആർമേച്ചർ യൂണിറ്റ് ഓൾറെഡി കംപ്ലയിൻ്റ് ഉണ്ട്, നല്ല രീതിയിൽ തേയ്മാനമുണ്ട്. പക്ഷേ നമുക്ക് തൽക്കാലം വർക്കിംഗ് ആക്കിയെടുക്കാനായിട്ട് പറ്റും. കാരണം സെൽഫിൻ്റെ ഈ ടെർമിനലിൻ്റെ ബ്രഷ് മാറ്റിയിട്ട് കഴിഞ്ഞാൽ അത് ഓക്കെ ആക്കി നമുക്ക് വർക്കിംഗ് ആക്കാം. പക്ഷേ സൗണ്ടൊക്കെ ഉണ്ടാവും, ഒരു വൈബ്രേഷൻ സൗണ്ട് പോലൊക്കെ ഒരു സെൽഫ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു മൂളിച്ച സൗണ്ടൊക്കെ ഉണ്ടാവും. പക്ഷേ എന്നാലും നമുക്ക് സെൽഫിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ അതൊന്ന് റിപ്പയർ ചെയ്തിട്ട്, നിലവിൽ ജോബ് കാർഡിൽ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടില്ല. പക്ഷേ ഓൾറെഡി വണ്ടി സെൽഫ് എടുക്കുന്നില്ല. അപ്പോൾ അതും കൂടി നമ്മൾ കൂട്ടത്തിൽ കൂടെ നോക്കി വിടുന്നുണ്ട് കേട്ടോ. നമുക്ക് ജനറൽ സർവീസിൽ വരുന്നതല്ല, നമുക്ക് മോട്ടർ നമ്മൾ റിപ്പയർ ചെയ്ത് കയറണം. അപ്പോൾ അതിൻ്റെ എമൗണ്ട് അഡീഷണൽ ആയിട്ടാണ് വന്നത് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം തരും. അപ്പോൾ നിലവിൽ ഇതൊക്കെയാണ് അവസ്ഥ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിൽ ഇട്ടേക്കാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. പിന്നെ അതിൻ്റെ ഈ ഹാൻഡിലിൻ്റെ ഇവിടുത്തെ തന്നെ ഈ കവറിൻ്റെ ഇതൊക്കെ പൊട്ടിപ്പോയേക്കാണ്. ഐറ്റം നമ്മുടെ ഇത് അവൈലബിൾ അല്ല. അല്ലെങ്കിൽ അതും കൂടിയും കൂട്ടത്തിൽ കൂടെ മാറ്റി കളയായിരുന്നു. ഈ ഒരു ഇന്നർ കവർ, വൈസറിൻ്റെ ഇന്നർ ഉണ്ടല്ലോ, ആ ഒരു ഐറ്റം അന്ന് വേണമെങ്കിൽ ബുക്ക് ചെയ്തിടാം. ഇടയ്ക്ക് എപ്പോഴേലും ഒന്ന് വരുത്തി മാറ്റിയാൽ മതി. അത് ഓർഡറിലേക്ക് കൊടുത്തേക്കാം കേട്ടോ. വലിയ വിലയുള്ള ഐറ്റം ഒന്നുമല്ല, 10-200 താഴെ കണ്ട് വന്നോളൂ. പക്ഷേ ഐറ്റം ഈ പറഞ്ഞ രീതിയുടെ ഓൾറെഡി നമ്മുടെ റെഡി സ്റ്റോക്കിൽ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തേക്കാം. ഓക്കെ.